ഹലോ. ചാപ്റ്റർ 12 ഗിവ് ആൻഡ് ടേക്ക്. ഈ ചാപ്റ്ററിന്റെ ആദ്യ പകുതി ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Many years ago in village Jadupur, people exchanged things based on their need. Shamu Kaka gave 5 sacks of rice to Darya Didi. She in return gave 10 sacks of vegetables. Darya Didi got 2 saris from Bablu Dada by giving 5 sacks of onion. വളരെ വളരെ പണ്ട് കാലത്ത് ആളുകൾക്ക് അവരവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് ഇന്നത്തെ പോലെ പൈസ കൊടുത്തിട്ടായിരുന്നില്ല. അവരവരുടെ കയ്യിൽ എന്ത് സാധനമാണോ ഉണ്ടായിരുന്നത് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിന് പകരം അവർക്ക് വേണ്ട സാധനങ്ങളായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. Like this, people in the village exchanged their things. Shamu Kaka got vegetables for the rice he gave. Darya Didi gave lots of onion to Bablu Dada for 2 saris. Discuss in class why people in this village had to give different quantities while exchanging the things. ഇവിടെ കുറെ നമ്പറുകൾ തന്നിട്ടുണ്ട് അല്ലെ. 5 sacks of rice, 10 sacks of vegetable, 2 saris, 5 sacks of onions. അങ്ങനെ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു അളവോ കൃത്യമായിട്ടുള്ള ഒരു റൂളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. These days we use money in exchange of the things we need. ഇന്നത്തെ കാലത്ത് എന്നാൽ അങ്ങനെയല്ല. ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും അതിനൊരു കൃത്യമായിട്ടുള്ള പൈസ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. Notes and coins come with different values which are used to buy different things. പല പല വിലകളുള്ള പൈസകളാണ് ഉള്ളത്. For example, one 10 rupee note can buy 1 hawa mithai or 10 toffees. ഇവിടെ കണ്ടോ, 1 10 rupees നോട്ട്, അതിന് നമുക്ക് ഒരു ഹവാ മിഠായി അല്ലെങ്കിൽ കോട്ടൺ ക്യാൻഡി വാങ്ങിക്കാൻ പറ്റും. എന്നാൽ അതേ 10 രൂപയ്ക്ക് നമുക്ക് കുറെ ക്യാൻഡീസും കിട്ടും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. അപ്പൊ ഇവിടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇവിടെ ഏതിനാണ് വില കൂടുതലുള്ളത്? കോട്ടൺ ക്യാൻഡിക്കാണ്. ഒരു കോട്ടൺ ക്യാൻഡി കിട്ടണമെങ്കിൽ 10 രൂപ കൊടുക്കണം. എന്നാൽ ഇവിടെ സാധാരണ ക്യാൻഡീസിനാണെങ്കിലോ 10 രൂപ കൊടുത്ത 10 ക്യാൻഡീസ് കിട്ടും. അതായത് ഒരു ക്യാൻഡിക്ക് 1 രൂപ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ടോഫിക്ക് 1 രൂപയാണെങ്കിൽ ഇവിടെ ഒരു ഹവാ മിഠായിക്ക് 10 രൂപയാണ്. അപ്പോ ഹവാ മിഠായി കോസ്റ്റ് മോർ ദാൻ അ ടോഫി. Salma buys 2 bottles of milk for 100. Kiran buys a basket of pomegranate for 100. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മളൊരു സിമ്പൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു സിമ്പൽ അല്ലെ. എന്താണ് ഈ സിമ്പലിന്റെ അർത്ഥം? ഇത് റുപ്പീസ് എന്ന സിമ്പൽ ആണ്. പല പല രാജ്യങ്ങളിൽ പല പല പൈസയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോളർ, യൂറോ, പൗണ്ട്, അങ്ങനെ അങ്ങനെ അല്ലെ. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ റുപ്പയുടെ സിമ്പൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 100 റുപ്പീസിന് 2 ബോട്ടില് മിൽക്കാണ് വാങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫുൾ ബാസ്കറ്റ് ഓഫ് പോമഗ്രനേറ്റിനും 100 റുപ്പീസ് ആണ്. സർക്കിൾ ദ വൺ ദാറ്റ് കോസ്റ്റ് മോർ, എ മിൽക്ക് ബോട്ടിൽ ഓർ എ പോമഗ്രനേറ്റ്. ഇവിടെ ബാസ്കറ്റിൽ കുറെ പോമഗ്രനേറ്റ് ഉണ്ട് അല്ലെ. 1 2 3 4 5 6 പോമഗ്രനേറ്റിനാണ് നമ്മൾ 100 റുപ്പീസ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ഓൺലി 2 ബോട്ടിൽസേ ഉള്ളൂ, അതിനും 100 ആണ്. സോ 2 bottles of milk ആണ് costlier than 1 pomegranate. Think of 2 things that we can buy using same note. ഒരു 10 റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെ വാങ്ങിക്കാം? 2 അല്ല, അതിൽ കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാം, 10 റുപ്പീസിന് ചോക്ലേറ്റ് കിട്ടും. ഒരു പെന്നും കിട്ടും 10 റുപ്പീസിന്. ഇനി അതല്ലെങ്കിലോ ഒരു ടോഫി പാക്കറ്റ്, ഒരു ഫുൾ കുറെ ടോഫി ഉള്ള ഒരു ഫുൾ പാക്കറ്റും 10 രൂപയ്ക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസ്ക്കറ്റ് പാക്കറ്റും കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് 10 രൂപ കൊടുത്താൽ കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഇനി അതുപോലെ ഈ 50 റുപ്പീസ് നോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? ആലോചിച്ച് നോക്കിയേ. മേ ബി ഒരു നോട്ട്ബുക്ക്, എ സ്റ്റോറി ബുക്ക് ഫോർ ചിൽഡ്രൻ, എ ജ്യൂസ് ബോട്ടിൽ, എ പെൻ ബോക്സ്, ഇങ്ങനെ പല പല കാര്യങ്ങളും കിട്ടും അല്ലേ. Match the notes and coins in the 2 columns that have the same values. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിലും കുറെ പൈസ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലുള്ള കോളത്തിലും കുറെ പൈസകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈക്വൽ വാല്യൂ ആയിട്ടുള്ള ബോക്സസ് തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്.
രണ്ട് പൈസ തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക? നമുക്ക് രണ്ട് നമ്പർ 10 പ്ലസ് 10 ആഡ് ചെയ്യാൻ അറിയാം അല്ലെ? 10 പ്ലസ് 10 ഈക്വൽ ടു 20 ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് റുപ്പീസ് 10 പ്ലസ് റുപ്പീസ് 10 ഈക്വൽ ടു റുപ്പീസ് 20. അപ്പൊ നമ്പർ ആഡ് ചെയ്യുമ്പോൾ തന്നെയാണ് പൈസയും ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ബോക്സിൽ 50 പ്ലസ് 50 ഈക്വൽ ടു 100. അപ്പൊ ഇതിന്റെ വാല്യൂ ആണ് 100. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 10 റുപ്പീസ് പ്ലസ് 10 റുപ്പീസ്, പിന്നെ ഇത് 1 റുപ്പി കോയിൻ ആണ്. 10 പ്ലസ് 10 20, 20 പ്ലസ് 1 is 21 റുപ്പീസ്. എല്ലാത്തിനും റുപ്പീസിന്റെ സിമ്പിൾ വേണം കേട്ടോ. ഇനി 50 പ്ലസ് 10 is 60, 60 പ്ലസ് 2 62, 62 പ്ലസ് 1 63. ഇവിടെ 5 പ്ലസ് 5 10, 10 പ്ലസ് 2 is 12. ഇവിടെയോ 1 2 3 4 5 6 7 8 9 10. ഇത് 10 റുപ്പീസ് ആണ്. ഇവിടെ 50 പ്ലസ് 20 is equal to 70. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കാം. ഇവിടെ 10 റുപ്പിയാണ്. ഈ സൈഡിൽ ഇവിടെയാണ് 10 ഉള്ളത്. നമുക്ക് 10ഉമായിട്ട് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഇനി അടുത്തത് 100 ആണ്. ഫസ്റ്റ് ബോക്സിൽ 100 കിട്ടിയിട്ടുണ്ട്. 100. ഇനി ഇവിടെ ഇത് എത്രയാണ്? 20 പ്ലസ് 1 is 21. ഇവിടെ 21 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിന് രണ്ടിനെയും മാച്ച് ചെയ്യാം. ഇനി ഇവിടെ 20 പ്ലസ് 20 is 40, 40 പ്ലസ് 20 is 60, 60 പ്ലസ് 10 is 70. എവിടെയാ 70 ഉള്ളത്? ഇവിടെയാണ് 70. ഇനി ഇത് 10 പ്ലസ് 1 പ്ലസ് 1 is equal to 12. ഇവിടെ 12 ഉണ്ട്. അപ്പൊ ഇതിനെ മാച്ച് ചെയ്യാം. ഇനി ഇത് 20 പ്ലസ് 20 40, പിന്നെ പ്ലസ് 10 50 പ്ലസ് 10 60 പ്ലസ് 2 62 പ്ലസ് 1 63. 63 ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെ മാച്ച് ചെയ്യാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. Use the following notes and coins to buy things given below. Find at least 2 ways of giving the money. You may use the notes and coins more than once. ഇവിടെ കുറെ നോട്ട്സും പിന്നെ കോയിൻസും ഒക്കെ തന്നിട്ടുണ്ട്. ഈ സാധനങ്ങളുടെയൊക്കെ വിലയും തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ നോട്ടാണ് കൊടുക്കുക? ഫോർ എക്സാമ്പിൾ നമുക്ക് 55. അതിന്റെ ഒരു മെത്തേഡ് നോക്കാം. നമുക്ക് ആദ്യം ഒരു 50 റുപ്പീസ് നോട്ട് എടുക്കാം. ഇനി എന്ത് വേണം? 5 റുപ്പീസ് കൂടി വേണം. 50 പ്ലസ് 5 ആണ് 55. അതിനുവേണ്ടി ഇവിടെ ഒരു കോയിൻ ഉണ്ടല്ലോ. അപ്പോ 50 റുപ്പീസിന്റെ നോട്ടും 5 റുപ്പീസിന്റെ കോയിനും എടുത്തു കഴിഞ്ഞാൽ 55 ആവാം. ഇനി ഇതല്ലെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് വേണമെങ്കിൽ 50 ആക്കാൻ വേണ്ടി ഒരു 20 പ്ലസ് ഇനി ഒരു 20 കൂടി എടുക്കുക. 20 പ്ലസ് 10. ഇപ്പൊ എത്രയായി? 50 ആയി. ഇനി 5 വേണ്ടേ? 2 റുപ്പീസിന്റെ ഒരു കോയിൻ, 2 റുപ്പീസിന്റെ ഒരു കോയിൻ പ്ലസ് 1 റുപ്പീന്റെ ഒരു കോയിൻ. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 20 പ്ലസ് 20 40, 50, 52, 54 and 55. ഇതുപോലെ ഓരോ സാധനങ്ങൾക്കും വേണ്ടി ഡിഫറെന്റ് നോട്ട്സ് ഒക്കെ ഉപയോഗിക്കണം. 30 എങ്ങനെ 30 ഉണ്ടാക്കാം? ഈസിയാണ്. ഒരു 20 റുപ്പീസ് നോട്ട് എടുക്കാം, ഒരു 10 റുപ്പീസ് നോട്ട് എടുക്കാം. 20 പ്ലസ് 10 ആണ് 30. ഇനി ഇതല്ലെങ്കിലോ നമുക്ക് 10 പ്ലസ് 10 പ്ലസ് 10 ഇതും 30 ആണ്. നെക്സ്റ്റ് 28 റുപ്പീസ്. ആദ്യം ഒരു 20 റുപ്പീസ് എടുക്കാം, പിന്നെ അതിന്റെ കൂടെ ഒരു 5-ന്റെ കോയിൻ എടുക്കാം. ഇപ്പൊ 25 ആയല്ലേ. ഇനി പ്ലസ് 2. അപ്പൊ എത്രയായി? 27 ആയി. ഇനി ഒന്നുകൂടി വേണം. പ്ലസ് 1 28 ആയി. 20യുടെ ഒരു നോട്ടും 5 2 1s എന്നീ കോയിൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ 28 റുപ്പീസ് ആവും. ഇനി ഇതല്ലെങ്കിലോ 10ന്റെ 2 നോട്ട് എടുക്കാം. 10 പ്ലസ് 10 20 ആകും. ഇനി 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2. അപ്പം 10 പ്ലസ് 10 20, 20 പ്ലസ് 2 22, 24, 26 and 28. ഇനി അതുപോലെ നമുക്ക് 20 റുപ്പീസ് വേണം. 20 റുപ്പീസിന്റെ ഒറ്റ നോട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിലോ 10 റുപ്പീസിന്റെ 2 നോട്ട് കൊടുക്കാം. ഇതും അല്ലാതെ നമുക്ക് വേറെ പല രീതിയിലും ഇതിനെ മാച്ച് ചെയ്യാം കേട്ടോ. ഈ തന്നിരിക്കുന്നതല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ പൈസ കിട്ടാൻ വേണ്ടി
ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഹാവ് യു സീൻ ദിസ് നോട്ട്? ഇങ്ങനെ ഒരു നോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ എത്രയാണ് പൈസ എഴുതിയിരിക്കുന്നത്? റുപ്പീസ് 500. 500 റുപ്പീസിന്റെ നോട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 1 റുപ്പി കോയിന് 1 ആണ് വാല്യൂ. 2 റുപ്പി കോയിന് അതിനേക്കാളും വലിയ നമ്പർ അല്ലേ, അപ്പൊ 2 ആണ് വാല്യൂ. 5 റുപ്പി കോയിൻ അതിനേക്കാളും വലുതാണ്. അപ്പൊ നമ്പർ കൂടുന്നതിനനുസരിച്ച് പൈസയുടെ വാല്യൂ കൂടി കൂടി വരികയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ പൈസയേക്കാളും കൂടുതൽ പൈസയാണ് 500 റുപ്പീസ് എന്ന് പറഞ്ഞാൽ. Draw as many notes of 100 as is equal to 1 500 rupees. ഈ 500 റുപ്പീസ് നോട്ട് കിട്ടണമെങ്കിൽ എത്ര 100 റുപ്പീസ് നോട്ട് വേണം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാലോ. 100, 200, ഇപ്പൊ എത്രയായി? 200. ഇപ്പോഴോ 300, 400, 500. അപ്പൊ എത്ര നോട്ടാണ് വേണ്ടത്? 500 rupees note ചേർന്നാൽ which is equal to a 500 rupees note. What things you can buy with rupees 500? നിങ്ങളുടെ കയ്യിൽ 500 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം? കുറെ കൂടി വലിയ കാര്യങ്ങൾ വാങ്ങിക്കാം അല്ലെ? മേ ബി എ ഡ്രസ്, എ സ്കൂൾ ബാഗ്, പിന്നെ വലിയ വലിയ ടോയ്സ്, പിന്നെ എ സെറ്റ് ഓഫ് സ്റ്റോറി ബുക്സ്, അങ്ങനെ പല കാര്യങ്ങൾ 500 റുപ്പീസിന് വാങ്ങിക്കാം. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഇൻ ദ മോർണിംഗ് പീറ്റർ ഹാസ് 465 in his money box. ഒരാള് ഷോപ്പിൽ രാവിലെ തന്നെ കട തുടങ്ങുകയാണ്. ആ സമയത്ത് അതുവരെ കച്ചവടം ഒന്നും നടന്നിട്ടില്ല. അയാളുടെ ബോക്സിൽ 465 റുപ്പീസ് ഉണ്ട്. ബൈ ആഫ്റ്റർനൂൺ, ഉച്ചയായപ്പോഴേക്ക് കുറെ ആളുകൾ വന്ന സാധനമൊക്കെ വാങ്ങിപ്പോയി. ഹി ഹാസ് 756 റുപ്പീസ്. ഇപ്പൊ പൈസ കൂടുതലായി. കാരണം എന്താ? ആളുകൾ സാധനം വാങ്ങിക്കാൻ വന്നപ്പോ അവര് കൂടുതൽ പൈസ കൊടുത്തു. അപ്പൊ ബോക്സിൽ കൂടുതൽ പൈസയായി. ഹൗ മച്ച് ഹാസ് ഹി ഏൺഡ് സിൻസ് ദ മോർണിംഗ്? ആദ്യം ഒറ്റ പൈസ ഇല്ല, 0 പൈസ ആയിരുന്നെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് എത്ര പൈസയാണോ കിട്ടിയത് അതായിരുന്നു അയാൾ ഏൺ ചെയ്തത്. പക്ഷെ ഇനീഷ്യലി ഷോപ്പ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഓഫ് മണി ഉണ്ട്. അപ്പോ അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് ഇരിക്കുന്ന പൈസയിലേക്ക് എത്രത്തോളം കൂടി എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ്സ് ഡ്രോ എ ബോക്സ് ഡയഗ്രാം ഫോർ ദ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് ഒരു ബോക്സ് ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ആദ്യത്തെ ബോക്സിൽ രാവിലെ ഉണ്ടായിരുന്ന പൈസ 465. അടുത്ത ബോക്സിൽ ഉച്ചയ്ക്ക് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള പൈസ 756 പ്ലസ് എത്രയോ ഒരു പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പൈസ കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? മൈ എസ്റ്റിമേഷൻ. നിങ്ങളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു ആൻസറോ അല്ലെങ്കിൽ നിങ്ങൾ ഊഹിക്കുന്ന ഒരു ആൻസറോ ഒക്കെ ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് ഒറിജിനൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അപ്പോ ഫസ്റ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ആഫ്റ്റർനൂൺ അവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. 756. 756 എന്ന് പറഞ്ഞാൽ 7 hundreds ഉണ്ട്, 5 tens ഉണ്ട്, and 6 ones ഉണ്ട് അല്ലെ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ 100ന്റെ എത്ര നോട്ട് ഉണ്ട്? 1 2 3 4 5 6 7. 5 tens ഉണ്ട്, 1 2 3 4 5. ഇനിയോ 6 ones ഉണ്ട്, 1 2 3 4 5 6. ഇതിൽ നിന്ന് രാവിലെ ഓൾറെഡി ഉണ്ടായിരുന്ന പൈസ മാറ്റി വെക്കുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്ന പൈസ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എത്രയാണ് നമുക്ക് ഇനി മാറ്റി വെക്കേണ്ടത്? 465 ആണ് അല്ലേ? അതിനുവേണ്ടി ഇതിൽ എത്ര 100 ഉണ്ട്? 400. അപ്പൊ നമ്മൾ 100 എടുത്ത് മാറ്റി, 200 എടുത്ത് മാറ്റി, 300 എടുത്ത് മാറ്റി, 400 എടുത്ത് മാറ്റി. ഇനി നമുക്ക് 6 tens ആണുള്ളത് അല്ലെ? അപ്പൊ 6 10 എടുത്ത് മാറ്റണം. 1 2 3 4 5. 5 10 ഉള്ളൂ, ഒരു 10 വേണം. ആ 10ന് വേണ്ടി എന്താ ചെയ്യാ? നമുക്ക് ഇവിടെയുള്ള 100നെ പൊട്ടിച്ചു മാറ്റാം. ഒരു 100 എന്ന് പറഞ്ഞാൽ 10 10 ആണെന്ന് നമുക്കറിയാം. ഓൾറെഡി 5 എടുത്തു. ഇനി നമുക്ക് ഒരു 10ഉം കൂടിയാണ് കളയാൻ വേണ്ടിയുള്ളത്. ഇപ്പൊ ടോട്ടൽ എത്ര 10 എടുത്ത് മാറ്റി? 1 2 3 4 5 and 6. ഓക്കെ, ഇനി നമുക്ക് എത്ര വൺസ് വേണം? 5 ones വേണം അല്ലേ? ഇവിടെ 1 2 3 4 and 5. 5 onesഉം പോയി. ഇനി ഇവിടെ ഒരു 1 rupee കോയിൻ ആണ് ഉള്ളത്. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ഈ എടുത്ത് മാറ്റിയതൊക്കെ മാറ്റി. ഇവിടെ ബാക്കി എത്രയാണുള്ളത്? 1 2 200 rupee നോട്ട് ഉണ്ട്.
ഇനി എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 10 റുപ്പീസ് നോട്ട് ഉണ്ട് and 1 rupee coin ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 291. The difference between two amount is 291. ഇത് ഈസി ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പൊ ഉള്ള പൈസ 756 ആണ്. ഇതിൽ നിന്നും നിങ്ങൾ 465 മൈനസ് ചെയ്യാം. ചിലർ മൈനസ് സിമ്പിൾ ഇവിടെയാണ് ഇടുന്നത്. രണ്ടും ഒരുപോലെയാണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് അറേഞ്ച് ചെയ്ത് എഴുതുന്നത് മാത്രമാണ് ഇമ്പോർട്ടന്റ്. 6 minus 5 is 1. 5 minus 6 is അത് പറ്റില്ല അല്ലേ? അപ്പൊ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ 15 ആയി മാറും, ഇവിടെ 6 ആവും. 15 minus 6 is 9 and 6 minus 4 is 2. Answer is 291. സെയിം ആൻസർ ആണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി ഇത് വേറെ രീതിയിലും ചെയ്യാം. അതാണ് നമ്പർ ലൈൻ മെത്തേഡ്. എന്നിട്ട് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 291. എന്നിട്ട് 291ന്റെ കൂടെ 465 ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 460 പിന്നെ 5. ആദ്യം തന്നെ 5 ആഡ് ചെയ്യാണ്. 91 plus 5 is 96. ഇനി നമുക്ക് 6 tens ആഡ് ചെയ്യണം. അതിന് അഗെയിൻ ഇവർ സ്പ്ലിറ്റ് ചെയ്ത് 60 എന്ന് പറഞ്ഞാൽ 10 plus 50 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 10 plus 10 plus 10 എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 296 plus 10 306. അതിന്റെ കൂടെ 50 ആഡ് ചെയ്തു, 356. ഇനി ബാക്കി എന്താ ഉള്ളത്? 400s ഉണ്ട് അല്ലേ? നോക്കിയേ, 1 2 3 4. 100 ആഡ് ചെയ്ത് ലാസ്റ്റ് 756 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാ മെത്തേഡും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എക്സാമിന് വരുന്ന സമയത്ത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ചെയ്യുക. പക്ഷേ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരേ പ്രോബ്ലം 3 മെത്തേഡും ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ടുഡേ Peter uncle sold rice for rupees 640 and sugar for rupees 215. How much money has he earned from this sale? ഈ പ്രോബ്ലത്തിന് ആദ്യം തന്നെ ഒരു ബോക്സ് ഡയഗ്രാം വരയ്ക്കുകയാണ്. 640 റുപ്പീസിന് റൈസ് സെല് ചെയ്തു, 215 റുപ്പീസിന് ഷുഗറും സെല് ചെയ്തു. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? അതാണ് ടോട്ടൽ മണി ഏൺഡ് ബൈ ഹിം അല്ലേ? ഇത് നമ്മുടെ ഈസിയസ്റ്റ് മെത്തേഡിൽ ഒന്ന് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. 640 പ്ലസ് 215. കാരണം 640 റുപ്പീസിന് റൈസും പ്ലസ് 250 റുപ്പീസിന് ഷുഗറുമാണ് സെല് ചെയ്തത്. 0 plus 5 is 5. 4 plus 1 is 5. 6 plus 2 is 8. ആൻസർ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. എത്രയാണ്? റുപ്പീസ് 855. ഇനി നമുക്ക് അറിയാവുന്ന മറ്റു 2 മെത്തേഡിൽ ചെയ്ത് നോക്കിയാലോ? 640. ഇതില് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 6 hundreds ഉണ്ട്, 4 tens ഉണ്ട് and 0 ones ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? 1 2 3 4 5 6. 6 hundreds എടുത്തു. 4 tens എടുക്കണ്ടേ? നമുക്ക് 220 നോട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് 4 10 റുപ്പീസ് നോട്ടും എടുക്കാം. ഓക്കെ, എങ്ങനെ? രണ്ടും ഈക്വൽ ആണ്. 4 10 റുപ്പീസ് നോട്ട് അല്ലെങ്കിൽ 2 20 റുപ്പീസ് നോട്ട്. നമുക്ക് ഇവിടെ ഈസി ആയിട്ട് 10 റുപ്പീസ് തന്നെ എടുക്കാം. ആൻഡ് പിന്നെ എന്ത് വേണം? 0 ones ആണ്, ഒരു 1 പോലും ഇല്ല. ഇനി നമുക്ക് ഇതിനോട് ആഡ് ചെയ്യേണ്ടത് 215 ആണ്. 215ൽ 2 hundreds ഉണ്ട്, 1 tens ഉണ്ട്, 5 1 rupee കോയിനും ഉണ്ട്. എങ്ങനെ എഴുതാം? 1 2 200 rupees, 1 10 rupees and 5 rupee coin. അപ്പൊ ഇതല്ലേ ടോട്ടൽ ഏർണിങ്സ്. അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര 100 റുപ്പീസ് നോട്ട് ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 and 8. 800 റുപ്പീസ് നോട്ട്, 8 hundreds. ഇനി എത്ര 10 റുപ്പീസ് ഉണ്ട്? 1 2 3 4 പിന്നെ ഇവിടെ ഒന്നുണ്ട് 5. അപ്പൊ 5 10 റുപ്പീസ്. പിന്നെ എത്ര കോയിൻസ് ആണുള്ളത് 1 റുപ്പിയുടെ? 5 റുപ്പി എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അല്ലെ? 1 റുപ്പിയുടെ 5 കോയിൻ ആണ്. അപ്പൊ 1 റുപ്പിയുടെ 5 കോയിൻസ് ഉണ്ട്. അപ്പൊ എത്രയാണ് നമ്മുടെ നമ്പർ? 855. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക്
നമ്പർ ലൈൻ ഉപയോഗിച്ചും ചെയ്യാം. നമ്പർ ലൈനിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ വെച്ചാ ₹640. ആദ്യം റൈസ് ആണ് സെൽ ചെയ്തത് 640. ഇനി ഇതിനോട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 200s ആഡ് ചെയ്യണം. 100 ആഡ് ചെയ്യുക, 200 ആഡ് ചെയ്യുക. ആദ്യത്തെ 100 ആഡ് ചെയ്യുമ്പോൾ 740 ആകും. രണ്ടാമത്തെ 100 ആഡ് ചെയ്യുമ്പോഴോ 840 ആവും. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 10 ആണ്. ഇനി 10 ആഡ് ചെയ്യാം. 10. 840 plus 10 is 850. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 5 ones ആണ്. 1, 2, 3, 4, 5. Plus 1, plus 1, plus 1, plus 1 and plus 1. 850 plus 1, 851. ഇനി 852, 853, 854 and last 855. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. കറക്റ്റ് അല്ലേ? 3 രീതിയിൽ ചെയ്തപ്പോഴും നമുക്ക് ഒരേപോലെ ആൻസർ ആണ് കിട്ടിയത്. അപ്പൊ ഇനി അടുത്ത പ്രോബ്ലം മുതൽ നമ്മൾ ഒരു മെത്തേഡിലേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള മെത്തേഡ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. Solve the following problems using box diagram. Estimate the answers. Then use notes of 100 rupees, 10 rupees and 1 rupees or a number line to solve the problem. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബോക്സ് ഡയഗ്രാം വരച്ച് എസ്റ്റിമേറ്റ് ചെയ്യണം ആൻസർ. One day Peter uncle earned Rs 650. The next day he earned 250 rupees more. How much money he had earned by the second day? ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ഹി ഏൺഡ് 650. നമുക്ക് ഒരു ബോക്സ് ഡയഗ്രാം നോക്കാം. ഒരു ബോക്സിൽ ഫസ്റ്റ് ഡേ, ഇതാണ് ഫസ്റ്റ് ഡേ ഉള്ള ബോക്സ്, 650 ആണ്. രണ്ടാമത്തെ ഡേയിലോ അടുത്ത ബോക്സ്, അതില് 250 ആണ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യണം ആൻസർ. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 650, 250 ഇതിനെ ആഡ് ചെയ്യാം. 0 plus 0 is 0. 5 plus 5 is 10. For 10 you are putting a 0 here, 1 here. Then 1 plus 6, 7. 7 plus 2, 9. 900 rupees ആണ് സെക്കൻഡ് ഡേയിൽ ടോട്ടൽ ഏർണിംഗ്. സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ മാത്രമല്ല, ബൈ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഡേ, അതായത് ആദ്യത്തെ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും കൂടി ടോട്ടൽ ആയിട്ടുള്ള ഏർണിംഗ്സ് ആണ്. ഇതേ പ്രോബ്ലം നമുക്ക് 100 റുപ്പീസിന്റെയും 10 റുപ്പീസിന്റെയും 1 റുപ്പീന്റെയും നോട്ട് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡേയിൽ 650 റുപ്പീസ് ആണ്. അതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? നമുക്ക് ഇങ്ങനെ എഴുതാം, ഹൺഡ്രഡ്സ്, ടെൻസ് ആൻഡ് വൺസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡേ ഇങ്ങനെ ഒരു കള്ളി വരച്ച് എഴുതുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഫസ്റ്റ് ഡേ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 600s ഉണ്ട് അല്ലേ? 1, 2, ഇത് 100 റുപ്പിയുടെ നോട്ടാണ്. 3, 4, 5 and 6. ഇതിനുള്ളിൽ നിങ്ങൾ എഴുതുമ്പോൾ 100 എന്ന് എഴുതണം. അപ്പൊ 100 റുപ്പിയുടെ 6 നോട്ട്സ്. ഇനി എത്ര 10 റുപ്പീസ് ഉണ്ട്? 5. ഇത് 10 റുപ്പീസ് നോട്ടാണ്. 10, 10, 10, 10, 5 10 റുപ്പി ഉണ്ട്. 0 വൺസ് ആണ്. 1 റുപ്പിയുടെ കോയിന് ഇല്ല. അപ്പൊ ഇവിടെ ഒന്നും എഴുതണ്ട. ഇനി സെക്കൻഡ് ഡേയോ, രണ്ടാമത്തെ ദിവസമോ? സെക്കൻഡ് ഡേ 250 എന്ന് പറഞ്ഞാൽ 200s ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 100ന്റെ 2 നോട്ട്സ് വേണം വരയ്ക്കാൻ. 50 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 5 10s അഗെയിൻ. 1, 2, 3, 4 and 5. വൺസോ 0. ഇവിടെയും വൺസ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ ടോട്ടൽ കണ്ടുപിടിക്കുക? ഇവിടെ ടോട്ടൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഇവിടെ 6 plus 2 is 8 ഹൺഡ്രഡ്സ് ഉണ്ട്. ഇവിടെ 5 plus 5 ടോട്ടൽ 10 ടെൻസ് ഉണ്ട്. നോ, അതായത് 0 വൺസ് ആണ്. 800 എന്ന് പറഞ്ഞാൽ 800, 10 ടെൻസ് എന്ന് പറഞ്ഞാൽ 100. സോ ടോട്ടൽ 800 plus 100 is equal to 900 rupees. നമ്പർ ലൈൻ ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എങ്ങനെ നമ്പർ ലൈനിൽ ചെയ്യുക? ആദ്യം തന്നെ 650 മാർക്ക് ചെയ്യുക. ഇതിൽ 2 100 ആഡ് ചെയ്യുക. 100,
100. പിന്നെ 1 2 3 4 5 10 10 10 10 10 ആഡ് ചെയ്യുക. വൺസ് ഒന്നും ഇവിടെ ആഡ് ചെയ്യാനില്ല. അപ്പൊ 650 പ്ലസ് 100 750, 750 പ്ലസ് 100 850, പിന്നെ 60 70 80 90 അങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്ന ആൻസർ 900 ആണ്. ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. റീന ബോട്ട് ഗ്രോസറീസ് ഫോർ 209. She gave a 500 note to Peter uncle. How much money should Peter uncle return to Reena? റീന പീറ്റർ അങ്കിളിന് കൊടുത്ത പൈസയാണ് 500 റുപ്പീസ്. ഇതിൽ നിന്ന് റീനയ്ക്ക് ചെലവായ പൈസ അയച്ചില്ലേ 209 റുപ്പീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പീറ്റർ അങ്കിൾ എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? 500 മൈനസ് 209. ഇതെങ്ങനെയാ മൈനസ് ചെയ്യാ? 0 മൈനസ് 9 പോവില്ല. ഇവിടുന്ന് എടുക്കുമ്പോൾ ഇവിടെയും 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പൊ ഇത് 4 ആയി, ഇത് 10 ആയി. അപ്പൊ ഇവിടുന്ന് ഒന്ന് ഇവിടേക്ക് പോയി. അപ്പൊ ഇത് 10 ആയി, ഇവിടുന്ന് പോയതുകൊണ്ട് ഇത് 9 ആയി. ഓക്കെ. 10 മൈനസ് 9 is 1. 9 minus 0 is 9. 4 minus 2 is 2. So the answer is 291. ഇത് നമുക്ക് പൈസ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? നോക്കാം. റീന കൊടുത്ത പൈസ എത്രയാണ്? 500 ആണ്. നമുക്ക് 500 റുപ്പീസ് വരയ്ക്കാം. ഇതിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യേണ്ടത് 209 ആണ്. അതായത് 2 ഹൺഡ്രഡ്സ് കളയണം, 0 ടെൻസ്. ഇവിടെ ടെൻസ് ഒന്നും കളയണ്ട. പിന്നെ 9 വൺസും ഉണ്ട് അല്ലേ? ഓക്കെ. ആദ്യം നമുക്ക് 2 ഹൺഡ്രഡ്സ്. ഈ 2 ഒരു 100ഉം രണ്ടാമത്തെ 100ഉം കട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള പൈസ 3 ഹൺഡ്രഡ്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് 9 വൺസ് കളയണം. 1 ഇവിടെ ഉണ്ടോ? ഇല്ല. 1 കിട്ടാൻ വേണ്ടി ഇതിലൊരു 100നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 100നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100നെ നമുക്ക് 1 2 3 4 5 6 7 8 9 and 10. 10 റുപ്പി നോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോ ഈ 100 റുപ്പീസിനെ കളഞ്ഞിട്ട് ആ 100നെയാണ് നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി ഇപ്പോഴും നമ്മുടെ കയ്യിൽ 1 റുപ്പി കോയിൻ ഇല്ല. അപ്പൊ നമുക്ക് ഈ 10നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 1 റുപ്പി ആക്കി മാറ്റാം. ഇതിൽ നിന്നിപ്പോ നമുക്ക് 9 വൺസ് മാറ്റാലോ? എങ്ങനെ മാറ്റാം? 1 2 3 4 5 6 7 8 and 9. അപ്പോ എത്ര ഹൺഡ്രഡ്സ് ബാക്കിയുണ്ട്? 1 2 ഹൺഡ്രഡ്സ് ബാക്കിയുണ്ട്. എത്ര ടെൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. 9 ടെൻസ് ബാക്കിയുണ്ട്. ഇനി എത്ര വൺസ് ബാക്കിയുണ്ട്? ഒരേ ഒരു 1 ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഇത് എത്ര പൈസയാണ് ബാക്കിയുള്ളത്? 291. So the answer is 291. നമ്പർ ലൈൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയാ ചെയ്ത് നോക്കുക? നമുക്കിപ്പോ അറിയാം 291 ആണെന്ന്. അപ്പൊ 291ൽ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ കൂടെ 209 ആഡ് ചെയ്ത് നോക്കുക. 209 എന്ന് പറഞ്ഞാൽ 2 ഹൺഡ്രഡ്സും പിന്നെ 9 വൺസുമാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി 500 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. Shireen has rupees 150 in her piggy bank. She puts 100 every week in her piggy bank. How much money does she have at the end of 4 weeks? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു കളി ഉണ്ടാക്കാം. 100 10 and 1 rupee coin. ആദ്യം തന്നെ ഇനീഷ്യലി ഇപ്പൊ ഷിറീന്റെ കയ്യിൽ അവളുടെ പിഗി ബാങ്കിൽ എത്ര രൂപയാണുള്ളത്? 150 റുപ്പീസ്. 150 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു 100 റുപ്പി നോട്ടാണ്. പിന്നെ 50 എന്ന് പറഞ്ഞാൽ 5 10 റുപ്പി നോട്ടാണ്. 1 2 3 4 5. 1 കോയിൻ നോ കോയിൻസ് അല്ലേ? അപ്പൊ ഇത്ര പൈസയാണ്. ഇനി എല്ലാ വീക്കും ഓരോ 100 റുപ്പീസ് ആണ്. അപ്പൊ ഫസ്റ്റ് വീക്ക്
എത്ര രൂപയാണ് ഇട്ടത്? 100 rupees ആണ്. ഒരു 100 rupeesന്റെ നോട്ട് കൂടി. ഇപ്പൊ 10 rupeeയും ഇല്ല, 1 rupeeയും ഇല്ല. അതുപോലെ സെക്കൻഡ് വീക്കില് അഗെയിൻ ഒരു 100 rupees ആണ് ഇട്ടിരിക്കുന്നത്. അതായത് 100 rupeeയുടെ നോട്ട് അഗെയിൻ. ഇനി തേർഡ് വീക്കില് പിന്നെയും 100 rupeeയുടെ ഒരു നോട്ട് ഇട്ടിരിക്കുന്നു. ഫോർത്ത് വീക്കിൽ വീണ്ടും 100 rupeeയുടെ ഒരു നോട്ട് കൂടി ഇട്ടിരിക്കുന്നു. അപ്പൊ എൻഡ് ഓഫ് ദ ഫോർത്ത് വീക്ക് എത്രയാ പൈസ ഉള്ളത് ടോട്ടൽ? 1, 2, 3, 4, 5. 500 rupees ഉണ്ട്. അതുപോലെ 5, 10 rupeesഉം ഉണ്ട് അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയായി? 500 rupees എന്ന് പറഞ്ഞാൽ 500, 10 rupees എന്ന് പറഞ്ഞാൽ 50. ഇത് 550 rupees ആണ്. 5 hundreds, 5 tens and 0 ones. അപ്പൊ 550 rupees ആയി. ഇത് ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി എത്ര പൈസയാണുള്ളത്? 150 rupees പ്ലസ് ഫസ്റ്റ് വീക്കിലുള്ള പൈസ 100 rupees ആഡ് ചെയ്യുക. അതിന്റെ കൂടെ അടുത്ത സെക്കൻഡ് വീക്കിലുള്ള പൈസ അഗെയിൻ 100 rupees ആഡ് ചെയ്യുക. തേർഡ് വീക്കിലുള്ള പൈസ അഗെയിൻ 100 rupees ആഡ് ചെയ്യുക. ഫോർത്ത് വീക്കിലുള്ള പൈസ അഗെയിൻ 100 rupees ആഡ് ചെയ്യാം. ഇങ്ങനെ ഡയറക്ട്ലി നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. 0, 5 plus 0, 0, 0, 5. പിന്നെ 1, 2, 3, 4, 5, 5. Answer is 550. Peter uncle saved rupees 250 in the first month, rupees 125 in the second month, rupees 350 in the third month. How much has he saved in these 3 months? വളരെ ഈസി ആണല്ലേ? 250 rupees ആണ് ഫസ്റ്റ് മന്ത്. സെക്കൻഡ് മന്തിൽ 125 rupees ആണ്. തേർഡ് മന്തിൽ 350 ആണ്. ഇതിനെ മൂന്നിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 plus 5 plus 0 is 5. 5 plus 5, 10. 10 plus 2 is 12. 1 plus 2, 3, 4, 7. 725 rupees ആണ് 3 മാസം കൂടി ടോട്ടൽ ആയിട്ട് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ കൂടി ചെയ്യാൻ പറ്റും? ആദ്യം നമുക്ക് 250 എഴുതാം. ഹൺഡ്രഡ്സിന്റെ 2 നോട്ട് ഉണ്ട്. പിന്നെ 5 ടെൻസിന്റെ നോട്ട് ഉണ്ട്. 0 1ന്റെ കോയിൻ. ഇവിടെ 1ന്റെ കോയിൻ ഒന്നുമില്ല. ഇനി 125 എന്ന് പറഞ്ഞാലോ, ഒരു 100ന്റെ നോട്ട് ഉണ്ട്, 2 10ന്റെ നോട്ട് ഉണ്ട്, പിന്നെ 5 കോയിൻസ് ഉണ്ട്. ഇനി അടുത്തത് 350 rupees ആണ്. അതിൽ 3 hundreds ഉണ്ട്, 5 tens ഉണ്ട്, ഒരു കോയിൻ പോലും ഇല്ല. ഇപ്പൊ ടോട്ടൽ എത്രയാന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. ഈസി അല്ലേ? 1, 2, 3, 4, 5, 6. 6 hundreds കിട്ടി നമുക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 tens ആയപ്പോ ഓൾറെഡി അത് മൊത്തമായിട്ടൊരു 100 ആയിട്ട് മാറി അല്ലേ? അപ്പൊ ഇവിടെ 6 plus 100 ഉണ്ട്. ഇനി ഇവിടെ ബാക്കി എത്ര 10 ആണുള്ളത്? 1 plus 1. 2 tens ഉണ്ട്. 1, 2, 3, 4, 5. 5 1 ഉണ്ട്. അപ്പൊ ആൻസർ എത്രയാണ്? 6 plus 1 is 7, 2, 5. 725 rupees ആണ്. ഇത് സ്വന്തമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിന്റെ ബാക്കി പാർട്ട് 3 ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.